കായംകുളത്തെ അപകടാവസ്ഥയിലായ ഫിഷറീസ് ഐസ് പ്ലാന്റ് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഫിഷറീസ് സെക്രട്ടറിക്ക് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 40 സെന്റോളം വരുന്ന സ്ഥലത്താണ് ഫിഷറീസ് ഓഫീസും പഴയ ഐസ് പ്ലാന്റും സ്ഥിതി ചെയ്യുന്നത്. കായംകുളത്തെ പഴക്കം ചെന്ന് അപകടാവസ്ഥയിലായ ഫിഷറീസ് ഐസ് പ്ലാന്റ് കെട്ടിടം പൊളിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഫിഷറീസ് സെക്രട്ടറിക്ക് മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. പ്രദേശത്തെ കാട് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കാനും മന്ത്രി എം ലിജു ഫിഷറീസ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് 40 സെന്റോളം വരുന്ന സ്ഥലത്താണ് ഫിഷറീസ് ഓഫീസും പഴയ ഐസ് പ്ലാന്റും സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും തകർന്ന് കാടുമൂടിയ നിലയിലാണ് നിലവിൽ ഐസ് പ്ലാന്റ് ഉള്ളത്. ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഫിഷറീസ് ഓഫീസ് കെട്ടിടവും കാലപ്പഴക്കത്താൽ ശോച്യാവസ്ഥയിലാണ്. വലിയ മരങ്ങളും കാടും വളർന്ന് പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമായി പ്രദേശം മാറിയത് സമീപവാസികൾക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയെ തുടർന്ന് നേരിട്ടെത്തി സ്ഥലം സന്ദർശിച്ച ശേഷമാണ് മന്ത്രി കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. നഗരമധ്യത്തിലെ ഈ പ്രദേശം യാതൊരു പ്രയോജനവുമില്ലാതെ കിടക്കുന്നത് ഗുണകരമല്ല. ഇതിനാൽ പഴക്കം ചെന്ന് അപകടാവസ്ഥയിലായ ഐസ് പ്ലാന്റ് കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനും വളർന്നു നിൽക്കുന്ന മരങ്ങളും മറ്റും വെട്ടിമാറ്റി പ്രദേശം വൃത്തിയാക്കാനുമാണ് നിർദ്ദേശം നൽകിയത്. ഫിഷറീസ് പഴയ ഐസ് പ്ലാന്റും സന്ദർശിച്ചു. അത് ഏറ്റവും തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഒരു പ്രയോജനവുമില്ലാതെ അത് ആ ഒരു സ്ഥലം സമീപവാസികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കാട് കയറി ഒരു വലിയ പ്രാകൃതാവസ്ഥയിലാണ്. അപ്പോൾ അത് ശരിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുവാൻ ഫലപ്രദമായ ആ സ്ഥലം ഉപയോഗപ്പെടുത്താനും ഫലപ്രദമായ പദ്ധതികൾ കൊണ്ടുവരാനുള്ള ശ്രമം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഞങ്ങളതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇന്നിപ്പോൾ ആ സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ സാധ്യതകൾ അതിൻ്റെ ചിന്തകൾ ആരംഭിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കും. തീർച്ചയായും കായംകുളത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്രയൊരു സ്ഥലവും അൺയൂട്ടിലൈസ്ഡ് ആയി കിടക്കുന്നത് അത് നമുക്ക് ഗുണകരമല്ല. അപ്പോൾ ആ സ്ഥലം ഉപയോഗപ്പെടുത്താൻ ആവശ്യമായ ശ്രമങ്ങളുണ്ടാവും. CDNet ന്യൂസ്, കായംകുളം.